അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റാണ്. ഇതിനായിട്ട് ഫസ്റ്റ് ഞാൻ കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, തക്കാളി ഇതൊക്കെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കും. അപ്പോൾ ഇതാ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ബീഫ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി സവാള, തക്കാളി, പച്ചമുളക്. അപ്പോൾ ബീഫിലേക്ക് സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഉലുവ, കുറച്ച് വലിയ ജീരകം. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ല വഴറ്റിയെടുത്തിട്ട് പിന്നെ കറിവേപ്പില ഇട്ടു, പച്ചമുളക്, അതിന് ശേഷം തക്കാളി ഇട്ട് നല്ല വഴറ്റിയെടുക്കും. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ ഒരു 2 തക്കാളി കൂടെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് നല്ല വേട്ടട്ടോ. ഞാനിങ്ങനെയാണ് കേട്ടോ ബീഫ് ഉണ്ടാക്കുക. ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലൊക്കെ ഞാനിങ്ങനെ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ പേസ്റ്റാക്കിയിട്ട് ഒഴിക്കും. പിന്നെ കുറച്ച് ഇങ്ങനെ കഷ്ണമാക്കിയിട്ട് കൊടുക്കാം. ഞാനങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ മസാലകളിട്ട് 4 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാൻ മുളക് പൊടി കുറച്ചാട്ടോ യൂസ് ചെയ്യാറുള്ളൂ. കാരണം പച്ചമുളകും കുരുമുളക് പൊടിയാണ് കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ വോയിസ് പിന്നെ കുറവായിട്ട് തോന്നുന്നത് ഞാനിത് ഉണ്ടാക്കുമ്പോൾ തന്നെ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഉണ്ടാക്കുമ്പോൾ തന്നെ വോയിസ് കൊടുക്കുന്നതുകൊണ്ടാണ് വോയിസ് കുറവായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് നല്ല മാറ്റിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല ഇളക്കി മസാലയും ബീഫും കൂടെ നല്ല ഇളക്കണം. ഇപ്പോൾ സാൾട്ട് ഇട്ടിട്ടില്ല, ഉപ്പ് നമുക്ക് ഇതിലിട്ടിട്ട് നല്ല ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് ചട്ടിയിലായി. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടാണ്, കുറച്ച് മല്ലിപ്പൊടി കുറവ് തോന്നി. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ബീഫ് നല്ല വെന്തായിട്ട് നമുക്ക് ഫ്രഷോട് കൂടി കാണാം. ഓക്കെ. പിന്നെ തുടക്കത്തിൽ തന്നെ നെഗറ്റീവ് അടിച്ചവരുണ്ട്. ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് ബിരിയാണി വെക്കും. ഞാൻ 10 മിനിറ്റ് കൊണ്ട് എന്തായാലും ആർക്കും വെക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ എൻ്റെ കാര്യമായിട്ട് പറഞ്ഞത്, എനിക്ക് പറ്റില്ല. പിന്നെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് കഴിക്കുകയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തീറ്റ കഴിക്കാൻ പറ്റും. അതിലും വലിയത് കേട്ടിട്ട് വിഷമം തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോൾ എത്രയും സില്ലിയായ കാര്യങ്ങൾ. അപ്പം നമുക്ക് ബീഫ് റെഡി ആയിട്ട് കാണാം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റും നല്ല കട്ട തൈരും കൂട്ടി ഒന്ന് പിടിച്ചാലോ.